ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ചു കിടന്നുകൊണ്ടുള്ള കാലുകളുടെ വ്യായാമങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഞാൻ ഇതിനു മുമ്പും ഞാൻ നിങ്ങൾക്ക് കട്ടിൽ കിടന്നുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങൾ നല്ല ഒരു പ്രതികരണമാണ് നമുക്ക് തന്നത്. അപ്പം ഇന്നെന്ന് പറയുന്നത് ഞാനൊരു 8 9 വ്യായാമങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ദിവസേന ഒരു 3 4 എണ്ണോ ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മാറി മാറി നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസുകളാണ്. നിങ്ങളുടെ കാലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. ഇതിപ്പം ഞാൻ ഫ്ലോറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ബെഡിലും കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ്. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ഓരോ വ്യായാമങ്ങളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം അത് എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, തെറ്റായ രീതിയിലൊന്നും നിങ്ങൾ എക്സസൈസുകൾ ചെയ്യാതിരിക്കുക. ആ കറക്റ്റ് ഫോമിൽ കറക്റ്റായ രീതിയിലാണ് നമ്മൾ എപ്പോഴും വ്യായാമങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഏതൊക്കെയാണ് ആ വർക്കൗട്ടുകളെന്ന് നോക്കാം. വിശദമായിട്ട് ചെയ്ത് കാണിക്കുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ വ്യായാമം എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിൽ കിടക്കാം. ഓക്കെ, കിടന്നതിന് ശേഷം നിങ്ങളുടെ 2 കാലുകളും നിങ്ങൾക്ക് ഇതേപോലെ വെക്കാം. വെച്ചതിന് ശേഷം നിങ്ങളുടെ ലോവർ ബാക്ക് ഒക്കെ നല്ല സ്റ്റേബിൾ ആയിട്ട് വെക്കുക. ഉയർത്തി ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് ഉയർന്നു പോകരുത്. ഇതേ കണക്ക് തന്നെ സ്റ്റേബിൾ ആയിട്ട് വെക്കുക. അതിനുശേഷം കൈകൾ ഇതേ കണക്ക് വെക്കാം. വെച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് ഇതേപോലെ മുകളിലോട്ട് ഉയർത്തുക. ഓക്കെ, ഇതേ കണക്ക് കണ്ടില്ലേ? 1 2 3. അപ്പം ഇതേപോലെയാണ് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു കാലിൽ നിങ്ങൾക്ക് ഒരു 10 തൊട്ട് 15 റെപ്പിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ അടുത്ത കാലിൽ ചെയ്യുക. ഓക്കെ, ഇതേപോലെ 1 2 3 4. അപ്പം ഇതേ കണക്ക് നിങ്ങൾ റെപ്പിറ്റേഷൻ ചെയ്യുക. നല്ല ഒരു എക്സസൈസ് ആണ്. നിങ്ങളുടെ കാലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് കൂടിയാണ്. അപ്പം ഒരുപാട് ആൾക്കാർ എന്തൊക്കെ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ഈ കാണിച്ചു തരുന്ന വ്യായാമങ്ങളൊക്കെ വെരിക്കോസിസിനൊക്കെ നല്ലതാണെന്ന്. തീർച്ചയായിട്ടും വെരിക്കോസിസ് പെയിൻ ഒക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വർക്കൗട്ടുകളാണ് ഇതെല്ലാം തന്നെ. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് എക്സസൈസുകൾ. അപ്പം കാണിച്ചു തരുന്ന വ്യായാമങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ മാറി 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 നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ വ്യായാമത്തിലോട്ട് പോവാം. രണ്ടാമത്തെ വ്യായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാലുകൾ ഇതേ കണക്ക് ചേർത്ത് വെക്കുക. ഓക്കെ, നിങ്ങളുടെ പാദങ്ങൾ ഇതേ കണക്ക് നിങ്ങൾക്ക് ചേർത്ത് വെക്കാം. ചേർത്തതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് തന്നെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. വെച്ചതിന് ശേഷം നിങ്ങൾ ഇതേ കണക്ക് കണ്ടില്ലേ? 1 2 3 4 5. ഇതേപോലെ നിങ്ങൾക്ക് ഈ വ്യായാമം ചെയ്യാവുന്നതാണ്. ഇതും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഇത് നമ്മുടെ കാലുകൾക്ക് മാത്രമല്ല, നമ്മുടെ ഈ നടുഭാഗത്തിന്, നമ്മുടെ ലോവർ ബാക്കിനൊക്കെ സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന എക്സസൈസുകളാണ്. അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ എക്സസൈസ്. ഇതും നിങ്ങൾക്ക് 10 തൊട്ട് 15 റെപ്പിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഈ കൈഭാഗത്തെ മസിൽസിനെയൊക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കും. അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ വ്യായാമം. ഇനി നമുക്ക് മൂന്നാമത്തെ എക്സസൈസ് ഏതാണെന്ന് നോക്കാം. മൂന്നാമത്തെ വ്യായാമം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഹാംസ്ട്രിങ് മസിൽ, ഇവിടുത്തതാണ് ഈ ഒരു ഭാഗത്തെ മസിൽസ്, അതിനൊക്കെ തന്നെ ഗ്ലൂട്ട്സിന്റെ മസിൽസ്, അതിനൊക്കെ ലോവർ ബാക്കിന് നല്ല സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. ഇതേപോലെ നിങ്ങൾ കിടക്കുക. ഓക്കെ, കാലുകൾ ഈ ഒരു പൊസിഷനിൽ തന്നെ വെക്കണം. വെച്ചതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്നത് പോലെ 1 ചെറുതായിട്ട് നിങ്ങളുടെ നടുഭാഗം ഒന്ന് ഉയർത്തി കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഭാഗം നിങ്ങൾ ഒന്ന് ഉയർത്തി കൊടുക്കുക. കാലുകൾ ഇത്ര മാത്രം നിങ്ങൾ ഉയർത്തിയാൽ മതിയോ. ഓക്കെ, അതിനുശേഷം പതുക്കെ താഴ്ത്ത് വരിക. ഇതേപോലെ 2 3. നല്ല ഒരു വ്യായാമമാണിത്. 4 5. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഒരു 10 റെപ്പിറ്റേഷൻ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ അടുത്ത കാലിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, 1 2 3 4 5.
അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ എക്സസൈസ്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദാണ്ട് ഇങ്ങനെ സൈഡ് ചരിഞ്ഞ് ഇതേപോലെ നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. കൈ നിങ്ങൾക്ക് നേരെ വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം, ഇതേ കണക്ക് വെക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൈയുടെ പൊസിഷൻ വെക്കാം. അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഇതേപോലെ നിവർത്തി വെക്കുക. ഓക്കെ, ഇതേ കണക്ക് നിവർത്തി വെക്കാം. അതിനുശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത്ര മാത്രമേ നിങ്ങൾ കാലുകൾ ഉയർത്താവുള്ളൂ. ഒരുപാട് ഉയർത്താനൊന്നും നിങ്ങൾ ശ്രമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇതേപോലെ 2 3 4 5. ഈ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹിപ്പ് മസിൽസിനെ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആക്കുന്ന, സ്ട്രോങ് ആക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഓക്കെ, അപ്പം അതിനുശേഷം നിങ്ങൾ അടുത്ത സൈഡിലും ഇതേ കണക്ക് ചെയ്യുക. 10 റെപ്പിറ്റേഷൻ എങ്കിലും മാക്സിമം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം 1 2 3 4 5. ഓക്കെ, വളരെ നല്ല എക്സസൈസ് ആണിത്. ഇനി അടുത്ത വ്യായാമം എന്ന് പറയുന്നത് ഇതേ കണക്ക് തന്നെ നിങ്ങൾക്ക് സൈഡിലോട്ട് ഇങ്ങനെ കിടക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങളുടെ കാലുകൾ വെക്കാം. ഇതേ കണക്ക് ഞാൻ ഈ വെച്ചേക്കുന്ന കണക്ക് നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, അതിനുശേഷം ഇതേപോലെ ചെയ്യുക. 1 2 3 4 5 6. ഈ ഒരു എക്സസൈസും നിങ്ങളുടെ ഹിപ്പ് മസിൽസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ്. എന്നാൽ ഈ ഒരു ഭാഗത്തെ മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പം ഇതും നിങ്ങൾക്ക് 10 റെപ്പിറ്റേഷൻ കാണിച്ചിരുന്ന എല്ലാ വ്യായാമങ്ങളും നിങ്ങൾ 10 റെപ്പിറ്റേഷനെങ്കിലും വെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 4 വ്യായാമങ്ങളെങ്കിലും ഇന്ന് നിങ്ങൾ 4 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ മാറ്റിയിട്ട് ബാക്കിയുള്ള 4 എക്സസൈസുകൾ ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും ചെയ്യുക. അങ്ങനെ മാറി മാറി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത വ്യായാമം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽസിനെയും ഗ്ലൂട്ട് മസിലിനെയും ഒക്കെ ഈ ഒരു ഭാഗത്തെയും മസിൽസിനെയും സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് കമിഴ്ന്ന് കിടക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഈ കിടക്കുന്ന കണക്ക് നിങ്ങൾക്ക് കമിഴ്ന്ന് കിടക്കാം. ഇതേ കണക്ക് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്യുക. ഇതേപോലെ നിങ്ങളുടെ കാലുകൾ മടക്കി 1 സാവധാനം താഴ്ത്തു കൊണ്ടുപോവുക. 2 3 4 5. ഓക്കെ, ഇത് കണക്ക് നിങ്ങൾക്ക് 10 റെപ്പിറ്റേഷൻ ചെയ്യാം. നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ, ഹാംസ്ട്രിങ് മസിലൊക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസുകളാണ്. ഈ കാണിച്ചു തരുന്ന വ്യായാമങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലോവർ ബാക്കിനെയും അതേപോലെ നിങ്ങളുടെ കാലുകളും മസിൽസിനെയും സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്ന എക്സസൈസുകളാണ്. അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതേ കണക്ക് കിടന്നതിന് ശേഷം, ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. കിടന്നതിന് ശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് കാലുകൾ ഈ ഒരു പൊസിഷനിൽ വെക്കുക. ഇതേപോലെ അതിനുശേഷം നിങ്ങൾ ചെറുതായിട്ട് നിങ്ങളുടെ നടുഭാഗം ഒന്ന് ഉയർത്തി കൊടുക്കുക. അതേപോലെ തന്നെ എൻ്റെ കാലിൻ്റെ വിരലിലോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഇതേ കണക്കായിരിക്കണം നിങ്ങളുടെ ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞത്. 1 2. നിങ്ങളുടെ വിരലിലായിരിക്കണം നിങ്ങൾ ഉയരേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ലോവർ ബാക്ക് ഉയരുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കാലിൻ്റെ വിരലുകൾ ഇതേ കണക്ക് താഴെ ഒന്ന് പ്രസ് ചെയ്ത് ഉപ്പൂറ്റി മുകളിലോട്ട് ഉയർത്തി കൊടുക്കുക. ഇതേപോലെ 1 2 3. നിങ്ങളുടെ കാഫ് മസിൽ, ഈ ഒരു ഭാഗത്തെ മസിൽസ് നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. ഓക്കെ, നല്ല സ്ട്രെങ്ത് കിട്ടാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അതോടുകൂടി തന്നെ നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽസിനും ഗ്ലൂട്ട്സിനും നല്ല എക്സസൈസ് ആണിത്. ഓക്കെ, ഇതേ കണക്ക് തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 2 3 4 5 6. ഇതേപോലെയാണ് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യേണ്ടത്. അതിനുശേഷം അടുത്തത് ഇതേ കണക്ക് തന്നെ നമ്മുടെ കാഫ് മസിലിന് വേണ്ടിയിട്ട് നമുക്ക് കാലുകൾ ഉയർത്തി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതേപോലെ 1 2 3 4 5 6 7. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഇത്ര മാത്രമാണ് ഈ എക്സസൈസുകൾ. ഇനിയും ഒരുപാട് എക്സസൈസുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കാലുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇത്ര കുറച്ച് വ്യായാമങ്ങൾ മാത്രമാണ് കാണിച്ചു തന്നത്. ഇത് നിങ്ങൾക്ക് മാറി മാറി ചെയ്യാവുന്നതാണ്. പലർക്കും വീഡിയോകൾ കാണുമ്പോൾ ഒരു സംശയമാണ്,
നമ്മൾ ഓരോ ദിവസവും ഓരോരോ വർക്കൗട്ടുകൾ കാണിക്കുന്നു, ഇതിൽ ഏതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ വരും. അപ്പം ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വ്യായാമങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് കാണിച്ചു തന്നത്. ഇതിൽ 3 4 മാത്രം നിങ്ങൾ ഒരു ദിവസം ചെയ്യുക. റെപ്പുട്ടേഷൻ എന്ന് വെച്ചാൽ മാക്സിമം ഒരു 10 തൊട്ട് 15 റെപ്പുട്ടേഷൻ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിനൊക്കെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ 3 സെറ്റൊക്കെ നിങ്ങൾക്ക് ആവർത്തിക്കാവുന്നതാണ്. എങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ കാലുകൾ സ്ട്രോങ് ആക്കുന്ന എക്സസൈസുകളാണ്. നമുക്ക് പ്രായമായി വരുന്തോറും നമ്മുടെ കാലുകൾക്ക് ഏറ്റവും നമുക്ക് ബലഹീനമായിട്ട് പോകുന്ന, നമ്മുടെ ബലം കുറയുന്ന ഒരു മസിൽ പാർട്സ് ആണ് ഈ കാലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കാലുകളുടെ മസിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വലിയ ലാർജ് ആയിട്ടുള്ള ഒരു മസിൽ ഗ്രൂപ്പാണ്. അപ്പം ആ കാലുകളെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വ്യായാമങ്ങൾ ചെയ്യാം. വെയിറ്റ് ട്രെയിനിങ് ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പക്ഷേ വെയിറ്റ് ട്രെയിനിങ് ഒന്നും ചെയ്യാൻ പറ്റാത്ത, അതിനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വ്യായാമങ്ങൾ വഴി കാലുകളുടെ സ്ട്രെങ്ത് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.